ഇന്നത്തെ വ്ളോഗ് ഒരു വെറൈറ്റി വ്ളോഗാണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട്, അതായത് നമുക്ക് പുതിയതായിട്ടൊരു വീടിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ കട്ടളയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് രണ്ട് സ്റ്റെപ്പായിട്ട് നമുക്ക് തടി എടുത്താലേ പറ്റുള്ളൂ. അപ്പോൾ കട്ടളയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രം ഇന്നിപ്പോൾ തടി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഏകദേശം നല്ല ക്യൂബിക് അടി, ഒത്തിരി ക്യൂബിക് അടി, ഏകദേശം ഒരു 400 ക്യൂബിക് അടി വരെ നമുക്ക് അത്രയും എമൗണ്ട് തടി വേണമെന്നാണ് മേസ്തിരി പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് കണക്കാക്കിയിട്ട് നമ്മൾ തടി എടുക്കുമ്പോൾ അത്രയും ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്ന പോലെ ഫോറസ്റ്റിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഡെലിവറി ചെയ്യുന്ന സ്ഥലങ്ങളുണ്ടല്ലോ. നമുക്കിവിടെ പാലോട്, ഞാൻ നമ്മുടെ നേറ്റീവ് പ്ലേസ് ട്രിവാൻഡ്രമാണ്. അപ്പം ഞങ്ങൾക്കിവിടെ അങ്ങനെ ബൾക്കായിട്ട് തടിയെടുക്കാൻ പറ്റുന്നത് ഈ പാലോട് ഏരിയയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു 150 വർഷം പഴക്കം ഉള്ള തടികൾ വരെ നമുക്കിവിടെ കിട്ടും. നമ്മളവിടെ പോയ സമയത്ത് ഓരോ തടിയുടെയൊക്കെ ഡയമീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വലിപ്പമുള്ള തടികളാണ്. പിന്നെ ഈ പറയുന്ന പോലെ ഞാനിവിടെ ഫസ്റ്റ് ടൈമാണ് നമുക്കിങ്ങനെ ഈ തടിയോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ പോവാൻ കൃത്യമായിട്ട് നമുക്കറിയില്ല. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണെന്നുള്ളതൊന്നും. അപ്പം നമ്മുടെ വീട് കൺസ്ട്രക്റ്റ് ചെയ്യുന്ന പുള്ളിയും അതുപോലെ തന്നെ നമ്മുടെ ആശാരിയൊക്കെ കൊണ്ടിട്ടാണ് നമ്മൾ തടി എടുക്കാൻ പോയത്. അപ്പം ഞാനും അച്ഛനും കൂടിയിട്ടാണ് പോയത്. നമ്മൾ രാവിലെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവും. നമ്മൾ ഈ തടി കൊണ്ടുവരുന്നത് തന്നെ നമുക്ക് അവിടെ നിന്ന് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ തന്നെ ഇവർ ക്രെയിൻ വെച്ചിട്ടാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് തടി ഷിഫ്റ്റ് ചെയ്യുന്നത്. ബൾക്കായിട്ടുള്ള തടി എടുത്തിട്ട് കട്ട് ചെയ്ത് മാറ്റുക. ഓരോ പീസസ് ആയിട്ട് ആദ്യം അവർ കട്ട് ചെയ്യും, എന്നിട്ട് അത് ഇങ്ങനെ സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കും. അപ്പം ഞാൻ ഈ പ്രോസസ്സ് കാര്യങ്ങളൊക്കെ കാണുന്നത് ഇതാദ്യമായിട്ടാണ്. കാരണം നമ്മൾ സ്വന്തമായിട്ടൊരു ഏണിങ്സിനൊരു വീട് വെക്കുമ്പോൾ നമ്മൾ തന്നെ എല്ലാത്തിനും മുന്നിട്ട് ഇറങ്ങണമല്ലോ. പിന്നെ അതൊരു പരിധി വരെ ഒരു സന്തോഷമുള്ള കാര്യമാണ്. നമ്മൾ സ്വന്തമായിട്ടൊരു കാര്യം ചെയ്യുക, അതിന് വേണ്ടിയിട്ട് അത്രയും ഉത്തരവാദിത്വത്തോടു കൂടി നമ്മൾ തന്നെ സമയം കണ്ടെത്തി പോവുക. അപ്പോൾ അതൊക്കെ എന്നെ സംബന്ധിച്ചിട്ട് എൻ്റെ ലൈഫിൽ സന്തോഷമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ പ്രോസസ്സ് കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വെളിയിൽ ഈ തടി ഫർണിച്ചറാക്കിയോ അല്ലെങ്കിൽ ഈ കട്ടളയൊക്കെ ആക്കിയോ കൊണ്ടുവരുന്നതേ കണ്ടിട്ടുള്ളൂ. ഇതിൻ്റെ പ്രോസസ്സ് അത്ര സുഖകരമല്ല. നല്ല എഫേർട്ട് എടുക്കുന്ന കാര്യമാണ്. ഇവർ മെഷീനിൽ കേട്ടിട്ട് തന്നെ കട്ട് ചെയ്യാനായിട്ട് ഒത്തിരി സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ രാവിലെ ഒരു 8 മണിക്ക് പോയതാണ്. അത്രയും നേരത്തെ എത്തിയിട്ട് പോലും ഇത് കഴിയുന്നത് ശരിക്കും പറഞ്ഞാൽ അറൗണ്ട് ഒരു 3:30-4 മണിയോളം വേണ്ടി വന്നു. നമ്മൾ ശരിക്കും 2 വലിയ തടിയെ സെലക്ട് ചെയ്ത് അതിൽ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആശാരിയെ കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ വീടിൻ്റെ ഡിസൈൻ കുറച്ച് വ്യത്യാസമാണ്. ഒരു മിക്ക കട്ടളകളും ജനലും, അതായത് ജനലിന് വേണ്ടിയിട്ടുള്ള കട്ടളകളെല്ലാം നമുക്കൊരു ആർച്ച് ഷേപ്പിലാണ് വേണ്ടത്. അപ്പോൾ ആ ആർച്ച് ഷേപ്പ് കിട്ടാനായിട്ട് അതിനനുസരിച്ചിട്ട് അതിൻ്റെ മെഷർമെൻ്റ് എല്ലാം നമ്മൾ കൊടുത്താൽ ഇവിടുന്ന് തന്നെ ചെയ്ത് തരത്തുള്ളൂ. അവർ തന്നെ കട്ട് ചെയ്ത് ചീകി കറക്റ്റ് ചെയ്ത് തരിക ചെയ്യുന്നത്. നിങ്ങൾ ഇപ്പം നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. ഈ തടിയെ ഇവരിങ്ങനെ കട്ട് ചെയ്തിട്ട് കൊണ്ടുവരുന്നുണ്ട്. ഒത്തിരി ആൾക്കാർ പിടിച്ചാൽ മാത്രമേ അതിനെ പിന്നെ അങ്ങോട്ട് ആർച്ചിലോട്ട്, അതായത് ആർച്ചാക്കി എടുക്കാനായിട്ട് ഒരു മെഷീനിലോട്ട് ഇവർ കയറ്റും. അതായത് ഇത് കയറ്റിയതിന് ശേഷം ഇവർ പതിയെ കട്ട് ചെയ്യും. ഞാനിപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഈ വീഡിയോയിലുണ്ട്. ആക്ച്വലി ഞാനും അച്ഛനും കൂടിയിട്ട് ഞങ്ങൾ ശരിക്കും ഇരുന്ന് ഒത്തിരി വെയിറ്റ് ചെയ്ത് കേട്ടോ. ശരിക്കും ഒരുപാട് സമയം, ഇത്രയും സമയം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരുമെന്ന് ഞങ്ങൾ ചിന്തിച്ചതുമില്ല. നിങ്ങൾക്കിത് കാണുമ്പം മനസ്സിലാവും, ഒരുപാട് ആൾക്കാരുടെ എഫേർട്ടാണ് ഇതെല്ലാം കട്ട് ചെയ്ത് നമ്മൾ വിചാരിക്കുന്ന രീതിയിലോട്ടാക്കിയെടുക്കുക എന്നുള്ളത്.
അപ്പം ഞാൻ ഇതൊന്നും കണ്ടിട്ടില്ലാത്തത് കൊണ്ട് എനിക്കിതൊരു കുറച്ച് ക്യൂരിയോസിറ്റിയും കൂടുതലായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഫുള്ള് ഇപ്പം ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ക്രെയിനിൽ എങ്ങനെയാണിത് ഷിഫ്റ്റ് ചെയ്യുന്നതെന്നുള്ളത്. അതുപോലെ ഇതിപ്പോൾ നമുക്ക് മേശരി തന്ന ക്യൂബിക് അടിയുടെ അളവുകളാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഇതുപോലെ ഓരോ ഇതായിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയിൽ നിങ്ങൾക്കത് മനസ്സിലാവും. അവർ ഓരോ ആർച്ചായിട്ട് കണ്ടോ, ഈ ആർച്ച് ഷേപ്പിൽ കട്ട് ചെയ്ത് എടുത്ത് വച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് അച്ഛനും ഇടയ്ക്കൊന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുകയല്ലേ, ഞങ്ങളൊന്ന് പോയി ചായയും സ്നാക്സൊക്കെ ഒന്ന് കഴിച്ചിട്ട് വീണ്ടും തിരികെ വന്നു. അവർ രണ്ടാമത്തെ തടി എടുത്തു. അതും എടുത്തു കൊണ്ടുവന്നിട്ട് കട്ട് ചെയ്യുന്നതിൻ്റെ ഇതിലാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇതിൽ കട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, അത് കഴിഞ്ഞിട്ടുള്ള പ്രോസസ്സ്, കട്ട് ചെയ്ത് ആർച്ചാക്കി അത് കഴിഞ്ഞിട്ട് വീണ്ടും അവർ കൊണ്ടുപോയി അതിനെ ചീവി കറക്റ്റ് ചെയ്തതിന് ശേഷം ആ പ്രോസസ്സുകളെല്ലാം ഇതിലുണ്ട്. ഞാനിത് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുമെന്നറിയില്ല. അതിന് ശേഷം ബാക്കിയുള്ള എല്ലാ പീസസും കട്ട് ചെയ്ത് തടിയുടെ വെള്ളയെന്നൊക്കെ പറയുമല്ലോ സൈഡിലൊക്കെ വരുന്നത്. ഇതിലിപ്പോൾ നല്ല കാലപ്പഴക്കം ഉള്ളതുകൊണ്ട് അത്രയും വെള്ളമില്ല. ബാക്കിയുള്ള പോർഷനെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഒരു ഇതിൽ കയറ്റിക്കൊണ്ടിരിക്കുക. 2-3 സ്റ്റെപ്പായിട്ട് വണ്ടി അങ്ങ് വന്നാലേ കാര്യം നടക്കുള്ളൂ. പിന്നെ ഈ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ പൊടിയുണ്ട്. അപ്പം ഞങ്ങൾ 2 പേരും മാസ്ക് വെച്ചു. അങ്ങനെ വൈകുന്നേരം ഒരു 4 മണിയൊക്കെ ആവുന്ന സമയത്ത് കഴിഞ്ഞു. നമ്മൾ